അയോധ്യ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട സംഭാവന തട്ടിപ്പിന്റെ വാർത്തകൾ പുറത്തു വരുന്നതിനിടെ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വാർത്ത ഈ ക്ഷേത്ര ട്രസ്റ്റിന് ലഭിച്ച 60 കിലോ വെള്ളിക്കട്ടകൾ കാണാനില്ല എന്നതാണ്. പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനിടെ ജുവലേഴ്സ് അസോസിയേഷൻ നൽകിയ വെള്ളിക്കട്ടകളാണ് കാണാതായത്. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നു വിനീത വി. വിനീത, ശബരിമല സ്വർണ്ണക്കൊള്ള ഇവിടെ കേരളത്തിൽ വലിയ ചർച്ചയായതാണ്. അതേസമയം തന്നെ അയോധ്യയിൽ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രൂപയുടെ സംഭാവനകൾ അത് മോഷ്ടിച്ചു, അപഹരിച്ചു തുടങ്ങിയ വാർത്തകൾ വരുന്നുണ്ട്. അതിനിടെയാണ് ഇപ്പോൾ ഇതാ അവിടെ ക്ഷേത്ര ട്രസ്റ്റിന് ലഭിച്ച 60 കിലോ വെള്ളിക്കട്ടകൾ കാണാനില്ല എന്ന വാർത്ത കൂടി പുറത്തു വരുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദിലീപ് കുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സംഭാവന ക്രമക്കേടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ പുതിയ ക്രമക്കേടുകൾ കൂടി പുറത്തേക്ക് വരുന്നത്. ഈ സംഭാവന ക്രമക്കേടുമായി ബന്ധപ്പെട്ട SIT അന്വേഷണം നടത്തി വരികയായിരുന്നു. ചില അവിടെയുള്ള ഈ ക്ഷേത്ര ജീവനക്കാരെയും മറ്റും ചോദ്യം ചെയ്തു വരുന്നതിനിടയിലാണ് ഇപ്പോൾ ഈ വെള്ളിക്കെട്ടുകൾ കാണാനില്ല എന്ന വിവരം കൂടി പുറത്തു വരുന്നത്. നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അയോധ്യ ക്ഷേത്ര ട്രസ്റ്റിന് ലഭിച്ച 60 കിലോ ഈ വെള്ളിക്കെട്ടുകളാണ് കാണാതായിരിക്കുന്നത്. അത് പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനിടെ ജുവലേഴ്സ് അസോസിയേഷൻ എന്ന സംഘടന ഈ രാംലല്ലയ്ക്ക് സമർപ്പിച്ച വെള്ളിക്കെട്ടുകളാണ്. അത് പല ജ്വല്ലറികളിൽ നിന്നൊക്കെ സംഭാവനയായി ശേഖരിച്ചവർ നൽകിയ വെള്ളിക്കെട്ടിയാണെന്നാണ് ഈ അസോസിയേഷൻ ആളുകൾ മൊഴി നൽകിയിരിക്കുന്നത്. അസോസിയേഷൻ പ്രസിഡന്റ് അനുരാഗ് റസ്തോഗിയാണ് ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള വിവരങ്ങൾ അറിയിച്ചിരിക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട 4 പേരെ SIT സംഘം ചോദ്യം ചെയ്തിട്ടുണ്ട്. അത് രാംലല്ലയ്ക്ക് ഈ ആഭരണങ്ങൾ ലഭിക്കുന്ന ഇങ്ങനെ സംഭാവനയായി ലഭിക്കുന്ന ആഭരണങ്ങൾ സൂക്ഷിക്കാൻ ചുമതല ഏർപ്പെടുത്തിയിരിക്കുന്ന ആൾ ഉൾപ്പെടെയുള്ള 4 പേരെയാണ് ചോദ്യം ചെയ്തിരിക്കുന്നത്. ആഭരണങ്ങളുടെ മേൽനോട്ട ചുമതലയുള്ള കൃഷ്ണദേവ് തിവാരി ഉൾപ്പെടെയുള്ള 4 പേരിൽ നിന്ന് വിശദാംശങ്ങൾ തേടിയിട്ടുണ്ട്. ഈ വെള്ളിക്കെട്ടുകൾ കാണാതായത് സംഭാവന ക്രമക്കേട് നടന്നു എന്ന ആരോപണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള SIT അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലാണ് ഈ സംഭവം കൂടി ഉണ്ടായിരിക്കുന്നത്. ഏതാണെങ്കിലും സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരുമെന്ന് തന്നെയാണ് UP സർക്കാർ പറയുന്നത്. ഇതിനോടകം തന്നെ ഈ രാമക്ഷേത്രത്തിലെ സംഭാവന തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ട്രസ്റ്റ് ജീവനക്കാരുടെ നിയമന രേഖകളടക്കം SIT പരിശോധിക്കുകയാണ്. പണം എന്നുന്ന ജീവനക്കാരും ഒപ്പം തന്നെ ട്രസ്റ്റിന്റെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പണം നിക്ഷേപിക്കുന്നവരുടെയും അടക്കം വിശദാംശങ്ങൾ ഇതിനോടകം ശേഖരിച്ചിട്ടുണ്ട്. ഇവരെയൊക്കെ തന്നെ വളരെ വിശദമായി ചോദ്യം ചെയ്യുകയും ചെയ്തു. അയോധ്യ ക്ഷേത്ര ട്രസ്റ്റിന് ലഭിച്ച 60 കിലോ വെള്ളിക്കട്ടികൾ കാണാനില്ല എന്ന വാർത്തയാണ് ഏറ്റവും ഒടുവിലായി വരുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.